എല്ലാവരും സേഫ് അല്ലേ? കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ അതിൽ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇവിടെ എഴുതിയിട്ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് വാക്കുകളാണ്, ഇലക്ട്രോനും സ്റ്റാറ്റിക്സും. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ്. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ചാർജസ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക്സ് സ്റ്റേഷനറി, റെസ്റ്റിലാണ്, അനങ്ങുന്നില്ല. അപ്പോൾ at rest. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് വാട്ട്? ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇപ്പം ഇലക്ട്രിക് ചാർജസ് ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക വലിയ കാര്യമാണ് എന്നൊക്കെ തോന്നും. അപ്പം ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? സ്റ്റേഷനറി ആയിട്ട് അനങ്ങാതെ മൂവ് ചെയ്യാതെ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അവിടെ ഇരുന്നും കൊണ്ട് അനങ്ങരുത്, മൂവ് ചെയ്യരുത്. അപ്പോൾ ആ ചാർജ് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ഒരു ചാർജ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ചാർജിനെ ഒന്നെങ്കിൽ റിപ്പൽ ചെയ്യാം, തള്ളിവിടാം, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യാൻ പറ്റും. അതായത് ആ ചാർജുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജ് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ചാർജസിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? ആ ഇൻഫ്ലുവൻസ് എന്താണ്? ആ ഇൻഫ്ലുവൻസ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ മാറ്റണം? ആ ഇൻഫ്ലുവൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അങ്ങനെ 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 കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ വെറും ഒരു ചാർജ് വെറുതെ ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വാട്ട് ഇറ്റ് ക്യാൻ ഡു. സോ വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആക്ച്വലി? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്, its behavior, and what are the interactions of this stationary charge on other electric charges in the surroundings. മനസ്സിലായോ? അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ വരും. ഈ ഏത് ചാർജിനെ കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് അത് റെസ്റ്റിലായിരിക്കണം. അതേ അവിടെ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഏത് ചാർജിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണോ പഠിക്കുന്നത് അത് റെസ്റ്റിലായിരിക്കണം. ആ ചാർജ് ചിലപ്പോൾ മറ്റൊരു ചാർജിനെ അട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാം. അപ്പോൾ ആ ചാർജ്, ആ രണ്ടാമത്തെ ചാർജ് മൂവ് ചെയ്യാം. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഈ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചാർജ് മൂവ് ചെയ്യാം, മൂവ് ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സ്പെരിമെൻ്റൽ ചാർജ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. That charge should be at rest, and the surroundings, the charges on which this charge puts interaction, that charge can move. Clear? But this charge should remain at rest. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ വരുന്നത്. ഇവിടെ ഇലക്ട്രിക് ചാർജസ് രണ്ട് ടൈപ്പാണ്. അതായത് electric charges are positive or it can be negative. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഈ രണ്ട് ടൈപ്പ് ചാർജസേ ഉള്ളൂ. വേറെ മൂന്നാമതൊരു ചാർജ് ഇല്ല. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ
ഫ്രാങ്ക്ലിൻ. നിങ്ങൾക്കറിയാം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ശരിക്കും എന്താ ചെയ്തത്? ഇൻവെന്റഡ് വാട്ട്? ലൈറ്റനിങ് കണ്ടക്ടർ. ലൈറ്റനിങ് കണ്ടക്ടർ ഇൻവെന്റ് ചെയ്ത ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കണ്ടുപിടിക്കുന്നത് ക്ലൗഡ്സ്. ആകാശത്ത് ഇങ്ങനെ പറന്ന് കളിക്കുന്ന മേഘങ്ങളിൽ ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. പോസിറ്റീവ് ചാർജസ് ഉള്ള മേഘങ്ങളുണ്ട്, നെഗറ്റീവ് ചാർജസ് ഉള്ള മേഘങ്ങളുണ്ട്. അവരിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് മിന്നലായിട്ട് വരുന്നത്. അപ്പോൾ മിന്നൽ എന്ന് പറയുന്നത് ഒരു ചാർജിൻ്റെ ഫ്ലോ ആണ്. ആ ഫ്ലോ ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി ഈ ക്ലൗഡ്സ് നിന്നാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് മേഘങ്ങൾ ഉണ്ടാവാം. ആ മേഘങ്ങൾ പോസിറ്റീവും നെഗറ്റീവും ആവാം. അപ്പോൾ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാർജസ് കൈമാറും. അപ്പോൾ ആ കൈമാറുന്നത് നമ്മൾ മിന്നലായിട്ട് കാണും, ലൈറ്റനിങ് ആയിട്ട് കാണും. അത് വലിയ അപകടമല്ല. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ വരാം. ഇതൊരു ക്ലൗഡാണ്. ഈ ക്ലൗഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇതൊരു ക്ലൗഡാണ്. ഈ ക്ലൗഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇപ്പൊ രണ്ട് ക്ലൗഡ്സ് എത്തുന്ന സമയത്ത് ഇവര് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ ചാർജസ് കൊടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നവരാ. ഈ ചാർജ് ഫ്ലോ ആണ് എന്തായിട്ട് മാറുക? ലൈറ്റനിങ് ആയിട്ട് മാറും. ഈ ചാർജ് ഫ്ലോ നമുക്ക് മിന്നലായിട്ട് മാറും. ഇത് നമുക്ക് ഭൂമിയിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുക. ഇതാണ് ഭൂമി. ഇപ്പൊ ഭൂമിയിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു കൈയും കൊടുത്തെങ്ങാനും നമുക്ക് നോക്കുക, ഒരു പ്രശ്നമില്ല. ആ ലൈറ്റനിങ് അവിടെ നടക്കും, ഒരു അപകടമില്ല. പക്ഷെ ചില സമയത്ത് എന്ത് പറ്റും അറിയോ? ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വരും, നോക്കിക്കോളൂ. ഇവിടെ ക്ലൗഡ് ഒന്നുമില്ല, നെഗറ്റീവ് ചാർജ് ക്ലൗഡ് ഇല്ല. പകരം പോസിറ്റീവ്ലി ചാർജ് ക്ലൗഡ് ഉണ്ട്. ഇത് നമ്മുടെ ഭൂമിയാണ്. അപ്പോ ഈ ഭൂമിയുടെ മുകളിൽ ഈ ക്ലൗഡ് എത്തുമ്പോൾ ഈ ക്ലൗഡും ഭൂമിയും തമ്മിൽ ചിലപ്പോൾ ചാർജ് ഷെയർ ചെയ്യാൻ നോക്കും. ഈ ക്ലൗഡും ഭൂമിയും തമ്മിൽ ചാർജ് ഷെയർ ചെയ്യാൻ നോക്കുമ്പോൾ ആ ചാർജ് നേരെ ഭൂമിയിലേക്ക് വരുമ്പോൾ അല്ല ഏറ്റവും എളുപ്പ വഴിയാണ് നിങ്ങളുടെ ശരീരത്തിൽ കൂടെ പോകാൻ. ഇങ്ങനൊരു പോക്കാണ് കത്തിപ്പോവും. ശരീരത്തിൽ കൂടെ വലിയൊരു ഇലക്ട്രിസിറ്റി കരിഞ്ഞു പോയി. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ് ക്ലൗഡിന് ഷെയർ ചെയ്യാൻ നെഗറ്റീവ് ചാർജ് ക്ലൗഡ് ഇല്ല. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ് വരാൻ അതിന് ഷെയർ ചെയ്യാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ് ഇല്ല. എർത്ത് ഈസ് റെഡി. എർത്ത് തയ്യാറാവും. എർത്ത് ഇവരുമായിട്ട് ചാർജ് ഷെയർ ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ഭൂമിയുമായിട്ടുള്ള ഒരു ചാർജ് ഷെയറിങ് നടക്കും. ഒന്നുകിൽ ഭൂമിക്ക് അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങും ചാർജ്. അപ്പോൾ ഈ ചാർജിൻ്റെ ഷെയറിങ് നടക്കണമെങ്കിൽ ഒരു വഴി വേണ്ടേ? അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു മരം ചിലപ്പോൾ കണ്ടോ, തെങ്ങിൻ്റെ ഒക്കെ മണ്ട കത്തിപ്പോവും. ആ തെങ്ങ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിനുള്ളിൽ കൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി വരും. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി ഈ വരുന്ന വഴിക്കുള്ള എല്ലാത്തിനെയും കരിച്ച് നശിപ്പിച്ച് കളയും. ഇതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു? ഈ ഒരു വഴി അപ്പോൾ വലിയ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഏകദേശം ഒരു 1700 and something 1700 1700 ആ വർഷ കാലഘട്ടങ്ങളിൽ പള്ളികളും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു കൂറ്റൻ പള്ളികളൊക്കെയാണ്. അപ്പോൾ ആ പള്ളികളുടെ മുകളിൽ പള്ളിയുടെ ഇങ്ങനെ സ്തൂപം ഇങ്ങനെ കുഞ്ഞു നിൽക്കുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കല്ലോ, ഉയരത്തിൽ നിൽക്കല്ലേ മനുഷ്യൻ്റെ സൃഷ്ടി. അതിൽ കൂടെയൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ട് വരും വലിയ വലിയ ടോൾ ബിൽഡിങ്സിൽ. അപ്പോഴാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചെയ്തത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇപ്പം ഇങ്ങനെ ഒരു സ്തൂപം പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു സ്പൈക്ഡ് ആയിട്ടൊരു കണ്ടക്ടർ കൊടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ഇതിനുള്ളിൽ കൂടെ പോയിട്ട് ഇതിനൊരു വയർ ഇങ്ങനെ ഒരു പട്ട പോലെ ഇങ്ങനെ എർത്തിങ് എന്ന് പറയും, അത് ഭൂമിയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കറണ്ട് പോയിക്കോളും. അപ്പോൾ ഈ ബിൽഡിംഗ് ഒന്നും എന്താവില്ല, ബ്ലോക്ക് ആവില്ല, ബിൽഡിങ്ങിനൊന്നും തകരാറാവില്ല, മനുഷ്യനൊന്നും തകരാറാവില്ല. ദിസ് ഈസ് ദി ലൈറ്റനിങ് കണ്ടക്ടർ. ലൈറ്റനിങ് വിൽ ബി പാസിങ് ത്രൂ ദി കണ്ടക്ടർ ഇൻ ടു ദി എർത്ത്. അല്ലെങ്കിൽ എർത്തിൽ നിന്ന് ചാർജ് അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചാർജ് ഇങ്ങോട്ടേക്കോ വരാനുള്ള ഒരു എളുപ്പ വഴി ഏറ്റവും ഉയരത്തിൽ
ബിൽഡിങ്ങിൻ്റെ ഉയരത്തിൽ ഒരു ലൈറ്റനിങ് കണ്ടക്ടർ, ഇലക്ട്രിസിറ്റി കടത്തി വരുന്ന ബോഡിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്, കണ്ടക്ടർ വെച്ചാൽ മതി എന്ന് മനസ്സിലാക്കി ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ദി കൺസെപ്റ്റ് ഓഫ് എന്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഉത്ഭവം രാജ്യം ഗ്രീസാണ്. ഗ്രീസ് അവിടെ ഏകദേശം ഒരു 500 BC ഒരു ഫിലോസഫർ കം ആസ്ട്രോണമർ മാത്തമെറ്റീഷ്യൻ. അപ്പോൾ മാത്തമെറ്റീഷ്യനാണ് ആണ്, ആസ്ട്രോണമർ ആണോ ആണ്, പിന്നെ ഒരു ഫിലോസഫറാണ്. അപ്പോൾ ഈ ഫിലോസഫർ അല്ലെങ്കിൽ ആസ്ട്രോണമർ അല്ലെങ്കിൽ നമ്മുടെ മാത്തമെറ്റീഷ്യനായ തെയിൽസ്, മിലറ്റസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം. തെയിൽസ് ഓഫ് മിലറ്റസ് ഇത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ്. ഇദ്ദേഹം ചെയ്ത 1-2 കാര്യങ്ങൾ. ആംബർ ഒരു പ്രീഷ്യസ് സ്റ്റോണാണ്. ഈ മരത്തിൽ നിന്നൊക്കെ എടുക്കുന്ന അതിൻ്റെ ഒരു സിറം പോലെയുള്ള സാധനം ഉരുകി കട്ടയായി ഒരു കല്ല് പോലെ അങ്ങനെ ഫോസിൽ നിന്ന് കിട്ടുന്ന ആംബർ, മരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അന്നത്തെ ആ മരത്തിൽ നിന്ന് എടുത്ത ആംബർ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കടൽക്കരകളിലും അവിടേക്ക് ഇങ്ങനെ മരം വെള്ളം വന്നിങ്ങനെ മരത്തിനെ താഴ്ത്തി മണ്ണിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി പിന്നെ വീണ്ടും കരയുണ്ടായി അങ്ങനെ അത് പൊന്തി വരുന്ന ഫോസിലാണ്. ഈ ഫോസിൽ ആംബർ, ഈ ആംബറിന് ഗ്രീക്ക് പേരാണ് ഇലക്ട്രം. ഇത് ഗ്രീക്ക് പേരാണ്. ഇലക്ട്രം രണ്ട് രീതിയിൽ പറയുന്നത്, സ്പെല്ലിംഗ് ഐ വെച്ച് പറയുന്നുണ്ട്, ഇ വെച്ച്. ഇലക്ട്രം ഗ്രീക്ക് നെയിം ഓഫ് ആംബർ. ലാറ്റിൻ നെയിം ഇത് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഈ സാധനം ആംബർ, ഈ ആംബറിനെ ഒരു വൂളൻ ക്ലോത്ത്, കമ്പിളി പോലത്തെ ഫർ, നല്ല പട്ട് പോലെ ഫർ കമ്പിളി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഈ ആംബറിനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു, അതിന് മനസ്സിലായി ഈ ആംബറിനും അതുപോലെ തന്നെ ഈ ആംബറിനും ഈ ക്ലോത്തിനും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ തൂവലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ലൈറ്റായിട്ട് പേപ്പർ ഇങ്ങനെ മുറിച്ച് ഊതിയാൽ പറക്കും, അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള ഓബ്ജക്ട്സിൻ്റെ മുകളിലേക്ക് ഈ ആംബറിനെയോ അല്ലെങ്കിൽ ആംബറുമായിട്ട് റബ്ബ് ചെയ്ത വൂളൻ ക്ലോത്ത് എന്ത് കൊണ്ടുവച്ചാലും അതിലേക്ക് ഈ സാധനങ്ങൾ ചാടി പറ്റിപ്പിടിക്കും. They can attract, this amber and woolen cloth can attract small bits of light, paper, feather, dust particles. ഇതിനൊക്കെ അട്രാക്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കണം. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്താ? ഇത് റബ്ബ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്ന. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ശരിക്കും ഈ വാക്ക് ഉണ്ടാവുന്നത്. ആംബറിൽ നിന്നാണ് ഇലക്ട്രം, ആ ഇലക്ട്രത്തിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത്. ഇലക്ട്രിസിറ്റി എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത് വില്യം ഗിൽബർട്ടാണ്. വില്യം ഗിൽബർട്ട് 1600 വില്യം ഗിൽബർട്ടാണ് ഇലക്ട്രിസിറ്റി എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോൺ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ചാർജ് എല്ലാം ഇലക്ട്രോ എന്നുള്ള വാക്കൊക്കെ ഉത്ഭവിച്ചത് ഈ ഗ്രീക്ക് നെയിം ഓഫ് ആംബർ എന്നാണ്. അത് സ്പെല്ലിംഗ് ഇതാണ്, കെ ആണെങ്കിൽ നമ്മളിപ്പോൾ അത് ELECTRON ഇലക്ട്രോൺ എന്ന് പറയും. ഇതാണ് ശരിക്കും ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഉത്ഭവത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം, ചെറിയൊരു കഥ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഈ റബ്ബിങ്ങിലൂടെയാണ് ചാർജസ് കിട്ടുന്നത് എന്ന് മനസ്സിലായി. പക്ഷേ ഈ ചാർജസ്, ഇപ്പോൾ ഈ ഒരു ബോഡി എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു തുണിയോ എന്തെങ്കിലും എടുത്ത് ഞാൻ അങ്ങനെ കുറേ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ചാർജ് കിട്ടും, അതുപോലെ തുണിക്കും ചാർജ് കിട്ടും. ഈ ചാർജുകൾ, ഈ ഒരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ചാർജുകൾ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ആ ചാർജസിനെ ഇങ്ങനെ പിടിച്ചു, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. മാത്രമല്ല ഈ ബോഡീസിന് കിട്ടിയിരിക്കുന്ന ചാർജുകൾ, ഇതിന് ചാർജുകൾ കിട്ടിയാൽ ആ കിട്ടിയ ചാർജ് അവിടെ തന്നെ നിൽക്കും, ഓടി നടക്കൂല.
അപ്പോൾ ആ ചാർജ് ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ ഉണ്ടാവും. ആ ചാർജ് അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അത് സ്റ്റേഷനറി ചാർജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതേ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഇങ്ങനെ വിളിക്കുന്നു, സ്റ്റാറ്റിക് electricity. So that electricity received, obtained, that is electricity received by the bodies when they are rubbed together. രണ്ട് ബോഡീസിനെ റബ്ബ് ചെയ്യുമ്പോൾ ആ ബോഡീസിന് കിട്ടുന്ന, ഒബ്റ്റെയിൻ ചെയ്യപ്പെടുന്ന, ലഭിക്കുന്ന ആ ഇലക്ട്രിസിറ്റിനെ ഫ്രിക്ഷൻ മൂലം കിട്ടുന്നതുകൊണ്ട് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം. ആ കിട്ടിയ ചാർജ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, റെസ്റ്റിൽ നിൽക്കുന്നുണ്ട്, അതിനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ജസ്റ്റ് കുറച്ച് കഥയും പറഞ്ഞു. ഓക്കെ, ഇവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ദാ ഗ്ലാസ് റോഡ് rubbed with silk. ഇതാണ് ഒരു എക്സാമ്പിൾ. ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക്. ഗ്ലാസും സിൽക്ക് തുണി, ക്ലോത്തും കൂടി ഇങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. ഇതാണ് ഇവർ മനസ്സിലാക്കിയത്. രണ്ട് ബോഡീസ് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ചാർജിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാണ്. നമുക്കറിയാം ആറ്റം ന്യൂട്രലാണ്. അപ്പോൾ ഏതൊരു മാറ്ററും ന്യൂട്രലാണ്. അതിൻ്റെ അർത്ഥം എന്താ? ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് ഉണ്ട്. പക്ഷെ പോസിറ്റീവ് ചാർജസ് ഓഫ് ആൻ ആറ്റം ആർ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. അപ്പോൾ അവരങ്ങനെ ചാടി പുറത്തേക്കൊന്നും വരില്ല. പക്ഷെ നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓർബിറ്റ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറ്റത്തിന് ചുറ്റും. നമുക്കതറിയാം. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഫ്രീ ആവും. അപ്പോൾ നമ്മൾ രണ്ട് ബോഡീസ് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. Electrons will be transferred from one body to the other. And the body is rubbing. So the body, one body will lose electrons, which means the body is losing negative charge. But excess positive charge. Our body positively charged. One body is receiving electron, about excess negative charge. So that body will become negatively charged. ഇതാണ് സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ when glass rod is rubbed with silk, electrons go from glass to silk. Transfer. Now, ഈ ട്രാൻസ്ഫറിൽ glass rod will become positively charged and silk will become negatively charged. Positively charged, negatively charged. മറ്റൊരു എക്സാമ്പിൾ എടുത്തത് എങ്ങനെയാണ്? A rubber rod rubbed with wool. Complete. Rubber rod rubbed with wool. Electron പോയത് എങ്ങനെയാണ്? From wool to rubber rod. ഇങ്ങനെയാണ് electrons പോയത്. അപ്പോൾ rubber rod is getting electron. So rubber rod will become negatively charged and wool is losing electrons. So wool will become positive. അപ്പോൾ എപ്പോഴും ഒരു റോഡും ഒരു തുണിയും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ റോഡിൽ നിന്ന് തുണിയിലേക്ക് പോകണമെന്നില്ല. അവിടെ കണ്ട് തിരിച്ച് തുണിയിൽ നിന്ന് ആ റോഡിലേക്ക് പോയി. അപ്പോൾ ഈ ഡിപ്പെൻഡ്സ് നമ്മൾ റബ്ബ് ചെയ്യുന്ന രണ്ട് റോഡ്സിൽ ഒന്നിന്ന് മറ്റൊരു റോഡിലേക്ക് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഒന്നിന്ന് മറ്റൊരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചാർജുകൾ രണ്ട് ബോഡീസിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്? ശ്രദ്ധിച്ചു. When two bodies are rubbed together, when two bodies are rubbed together,
electrons from one body will be transferred to the other. അപ്പോൾ transfer of electron will take place from one body to the other when they are rubbed. അപ്പോൾ നമുക്ക് final conclusion എന്ത് പറയാം? The body which loses electrons will get excess positive charge, and the body which gains electrons will receive excess negative charge. Clear ആയോ? അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്തിനെ സൂചിപ്പിക്കുന്നു? എ ലോസ്, ഒരു നഷ്ടത്തിനെയാണ് പോസിറ്റീവ് ചാർജ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ചാർജോ ഒരു ഗെയിൻ, ഒരു ലാഭത്തിനെയാണ് ഒരു നെഗറ്റീവ് ചാർജ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഒരു നഷ്ടത്തിനെയും നെഗറ്റീവ് ചാർജ് ഒരു ലാഭത്തിനെയും സൂചിപ്പിക്കുന്നു. ടോട്ടൽ ഇഫക്റ്റ് സീറോ ആണ്. ഇവിടെ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും തന്നെ അവിടെ നെഗറ്റീവ് ഉണ്ടാകും. ടോട്ടൽ കൂട്ടിയ സീറോ. അപ്പോൾ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ബോഡീസിന് ചാർജസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്, electrons transferred from glass to silk, glass become positive and silk become negative. Rubber rod with wool, electron transferred from wool to rubber, so rubber will become negative and wool will become positive. So how will you charge two bodies by frictional electricity? When two bodies are rubbed together, electrons are transferred from one body to the other, and the body which loses electrons will become positively charged, and the body which gains electrons will become negatively charged. Clear ആയോ? അതിൻ്റെ എക്സാമ്പിൾ ആണിത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ചാർജസിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാം. എക്സാമ്പിൾ നമുക്ക് 2-3 പ്രോപ്പർട്ടീസ് പഠിക്കാം. അപ്പോൾ properties of electric charges, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടി നോക്കാം. ഈ ചാർജസ് എങ്ങനെയാണ് കിട്ടുന്ന ഈ ബോഡീസിന്? ഇപ്പം നമ്മൾ പഠിച്ചു, when two bodies are rubbed together, one body will lose electron, so that is positively charged, and one body will gain electron, so it will become negatively charged. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ പോസിറ്റീവ് ചാർജ് മീൻസ് the loss of electrons. നെഗറ്റീവ് ചാർജോ എന്താ ഉദ്ദേശിക്കുന്നത്? മീൻസ് വാട്ട്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ് ബോഡിയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ തിയററ്റിക്കലി ആ പോസിറ്റീവ് ചാർജിന് അത്രയും മാസ് കുറയണ്ട. കാരണം ഇലക്ട്രോണിന് മാസ് ഉണ്ടല്ലോ. എത്രയാ മാസ് ഓഫ് ഇലക്ട്രോൺ? മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ കുറച്ച് നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെക്കണേ. മാസ് ഓഫ് ഇലക്ട്രോൺ ME എന്ന് കൊടുക്കും. ഈസ് 9.1 into 10 to the power of -31 കിലോഗ്രാം. നെഗ്ലിജിബിൾ ആണ് നോക്ക്. -31. അപ്പോൾ 9.1 into 10 raised to -31 കിലോഗ്രാം ആണ് ഇലക്ട്രിക് ചാർജ് ഓഫ് an electron. അത് നമ്മൾ കൊടുക്കുക സ്മോൾ ലെറ്റർ E ആണ്. ഈസ് 1.6 into 10 to the power of -19 കൂളോം. ചാർജിന്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് SI യൂണിറ്റ് ഓഫ് electric charge is coulomb. നമ്മൾ represent ചെയ്യുന്ന ലെറ്റർ C ആണ്. coulomb. 1.6 into 10 raised to -19 coulomb ഇലക്ട്രോണിന്റെ ചാർജും 9.1 into 10 raised to -31 കിലോഗ്രാം നെഗ്ലിജിബിൾ മാസുമാണ്. അപ്പോൾ 100 ഇലക്ട്രോൺ അല്ലെങ്കിൽ 1000 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ
9.1 into 10 raised to minus 31 into 1000. അപ്പോൾ അത് 10 raised to minus 31 into 10 raised to 3 അല്ലേ 1000 വരാം. അപ്പോൾ അത് 10 raised to minus 20 നെഗ്ലിജിബിൾ. പക്ഷെ അത് നഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ് ബോഡിക്ക് ഒരു ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത് കൊണ്ട് there is a decrease in mass എന്ന് പറയാം. നെഗറ്റീവ്ലി ചാർജ് ബോഡിക്ക് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്, ഇൻക്രീസ് ഇൻ മാസ് ആണ്. പക്ഷേ ദിസ് ഈസ് തിയററ്റിക്കലി തിയറി വെച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ദർ ഇസ് എ ലോസ് ആൻഡ് ഗെയിൻ. ബട്ട് ആക്ച്വലി the difference in mass is negligible. Difference in mass negligible. Practically there is no difference in mass. Practically there is no difference in mass. അപ്പോൾ തിയററ്റിക്കലി അവിടെ ഒരു മാസ് കുറയുന്നുണ്ട്, പ്രാക്ടിക്കലി നമുക്ക് ആ നെഗ്ലിജിബിൾ മാസ്. ചെറിയൊരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ ഒരു വെയിങ് മെഷീൻ്റെ മുകളിൽ കയറി നിന്ന് വെയിറ്റ് നോക്കിയപ്പോൾ എത്രയാ? 58 കിലോഗ്രാം. 58 കിലോ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ ഒന്ന് വെട്ടി, നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെയിറ്റ് നോക്കി. 58 ഉണ്ടാവാൻ പാടില്ലല്ലോ, കാരണം കുറച്ച് മുടി പോയില്ലേ, കുറച്ച് നഖം കഷ്ണങ്ങളൊക്കെ പോയില്ലേ. അപ്പോൾ ശരീരത്തിൽ നിന്ന് ഇത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലോസും കൂടി എടുക്കുന്ന സമയത്ത് 58-നേക്കാൾ കുറവായിരിക്കും. എത്ര? നെഗ്ലിജിബിൾ. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് നോക്കി തരില്ല. ഇപ്പോഴും 58. അപ്പോൾ തിയററ്റിക്കലി ദർ ഈസ് എ ലോസ്. അപ്പം അതുപോലെയാണ് ഒരു ബോഡിയുടെ മാസ് ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഇത്ര ഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നൊരു 10-100 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ കുറയാൻ പോകുന്ന മാസ്, അല്ലെങ്കിൽ 10-100 ഇലക്ട്രോൺ കിട്ടിയാൽ കൂടാൻ പോകുന്ന മാസ് തിയററ്റിക്കലി ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി അത് നെഗ്ലിജിബിളാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരാം. 2 bodies of equal mass are rubbed together. One body is getting positive charge and getting positive charge. അപ്പുറത്തിൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകും. എ പോസിറ്റീവ് ചാർജ് ഈസ് ഗിവൺ, അങ്ങനെ പറയാം. എ പോസിറ്റീവ് ചാർജ് ഈസ് ഗിവൺ ടു എ ബോഡി. പോസിറ്റീവ് ചാർജ് ഈസ് നോട്ട് ഗിവൺ, നെഗറ്റീവ് ഈസ് ടേക്കൺ. A negative charge is given. അത് ശരിയാണ്. You can give negative charge. You can take negative charge. അപ്പോൾ ടേക്കിംഗ് ഓഫ് നെഗറ്റീവ് ഈസ് പ്രൊഡ്യൂസിങ് പോസിറ്റീവ്. പക്ഷെ പറയുമ്പോൾ എന്ത് പറയും? പോസിറ്റീവ് ചാർജ് ഈസ് ഗിവൺ. അപ്പോൾ ഈക്വൽ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആർ ഗിവൺ ടു 2 bodies. വാട്ട് ഹാപ്പൻസ് ടു ദെയർ മാസ്? അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? പോസിറ്റീവ്ലി ചാർജ് ബോഡി മീൻസ് ദർ ഇസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. And negatively charged body means there is a gain of electrons. So actually, the positively charged body has a decrease in mass, which is the total mass of the electrons lost. And the negatively charged body is having an increase in mass, where the total mass increase is the total mass of the electrons. Since the mass of electron is negligible, the decrease and increase in mass can be neglected. So practically there is no change in mass. Mass remains constant. അപ്പോൾ ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസിലേക്ക് പോകാം. Properties of electric charges. Sorry. ഇവിടെ എന്താ നമ്മുടെ പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞു, ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താ? ഒരു ചാർജ് മറ്റൊരു ചാർജുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. 2 പോസിറ്റീവ് ചാർജസ് അടുത്ത് വെച്ചാൽ
തെറിക്കും, റിപ്പൽ ചെയ്യും. രണ്ട് നെഗറ്റീവ് ചാർജസ് അടുത്ത് കൊണ്ടുവന്നാൽ അവർ തമ്മിൽ തെറിക്കാൻ നോക്കും, റിപ്പൽ ചെയ്യും. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വന്നാൽ അട്രാക്ഷനാണ്, ആകർഷിക്കുകയാണ്, രണ്ടുപേരും അടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽ while unlike charges attract each other. മനസ്സിലായോ? Like charges repel, unlike charges attract each other. അപ്പോൾ there is always, അപ്പോൾ ഇതിന് എന്താ നമുക്ക് മനസ്സിലാക്കാവുന്നത്? There is always a force of interaction between two charges, whether positive or negative, adonnu nokkanda. There will be always a force of interaction between two charges, either repulsion or attraction. Clear? Okay. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയാണ് electric charge is, ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്, quantized. Electric charge is quantized. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ക്വാണ്ടൈസേഷൻ? ക്വാണ്ട എന്ന ഡെഫിനിറ്റ് എമൗണ്ട്. ക്വാണ്ടൈസേഷൻ പറയാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ഇതാണ്. നമ്മളൊരു കടയിലേക്ക് പോകും. യു ആർ ഗോയിങ് ടു എ സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് ഒരു 5 കിലോ പഞ്ചസാര വേണം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ 5 കിലോയുടെ പാക്കറ്റ് ഇല്ല. കൈവീശിയിലൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ 5 കിലോ പഞ്ചസാര വാങ്ങാൻ സഞ്ചിയൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ 5 കിലോ പഞ്ചസാര. അപ്പോൾ അവിടുത്തെ ആൾ ചോദിക്കുമ്പോൾ അത് ആ റാക്കിൽ ഓരോ കിലോ പഞ്ചസാര പാക്കറ്റ് ഉണ്ട്, നിങ്ങൾ 5 പാക്കറ്റ് എടുത്തോളൂ. അപ്പോൾ വേറെ ആളെന്നിട്ട് പറയാം എനിക്ക് 2 കിലോ പഞ്ചസാര വേണം, അതാ നിങ്ങൾ 2 പാക്കറ്റ് എടുത്തോളൂ. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ പഞ്ചസാര വ്യത്യാസമുണ്ട്. ഒരാൾക്ക് 2 കിലോ, ഒരാൾക്ക് 5 കിലോ, ഒരാൾക്ക് 10 കിലോ, അങ്ങനെ വേണം. അപ്പോൾ നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, നമ്മൾ എടുക്കുന്ന പാക്കറ്റിൻ്റെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു പാക്കറ്റിൽ നമ്മളെല്ലാവരും എടുക്കുന്നത് 1 കിലോഗ്രാം. ഇതന്നെ നമ്മൾ ഷോപ്പിൽ പോവാണ്, ഇപ്പോൾ റേഷൻ കടയിൽ പോയി അവിടുന്ന് പഞ്ചസാര തരുന്നുണ്ട്, അല്ലെങ്കിൽ അരി തരുന്നുണ്ട്, സഞ്ചിയുടെ പാക്കറ്റൊന്നുമില്ല, അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ സഞ്ചി കൊണ്ട് കൊടുക്കുകയാണ് ഒരു കടയിൽ, സഞ്ചി കൊണ്ട് കൊടുത്ത് എത്ര കിലോ അരി വേണം? 5 കിലോ അരി, അല്ലെങ്കിൽ എത്ര കിലോ പഞ്ചസാര വേണം? 5 കിലോ. 5 കിലോ പഞ്ചസാര തൂക്കിയ സഞ്ചിയിലിട്ട്. അപ്പോൾ വേറെ ആൾ വരുമ്പോൾ എനിക്ക് 5 കിലോ വേണ്ട, എനിക്ക് 3 കിലോ. 3 കിലോ തൂക്കിയ ആൾക്ക് സഞ്ചിയിലിട്ടു. ഇവിടെ നമ്മുടെ കയ്യിൽ ഓരോരുത്തർക്കും നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ വ്യത്യാസം? When you go and buy sugar or rice or anything from supermarket, I will say as a physics teacher, I will say the things are quantized in supermarket. But when you go to a shop, a grocery shop, ഒരു കടയിൽ പോകുന്നു, which is not a supermarket, and pre-packed items ഒന്നുമില്ല, ചാക്കുകൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള തൂക്കി തരും. There also you can buy things, but the things are not quantized. അപ്പം എന്താണ് quantized? ഒരു മിനിമം ക്വാണ്ട എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, ഒരളവ്, ഒരു മിനിമം ഫിക്സഡ് അളവാണ്. എല്ലാവർക്കും ആ അളവ് ഫിക്സഡ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോഗ്രാമിൻ്റെ പാക്കറ്റ്, വേറെ ഒന്നും അവിടെ ഇല്ല, 1 കിലോഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പോൾ ആ അളവ് ഫിക്സഡ് ആണ്. പക്ഷെ നമുക്ക് ആവശ്യമായ അളവ് ഫിക്സഡ് അല്ല, തോന്നിയ പോലെയാണ്. അപ്പോൾ യു ഇൻക്രീസ് ദി നമ്പർ ഓഫ് പാക്കറ്റ്സ്. അപ്പോൾ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 3 കിലോഗ്രാം പഞ്ചസാര വാങ്ങി ഇറങ്ങിയ ആളെടുത്ത് 3 പാക്കറ്റ് ഈച്ച് ഓഫ് 1 കിലോഗ്രാം. 5 കിലോഗ്രാം പഞ്ചസാര വാങ്ങി ഇറങ്ങിയ ആളെടുത്ത് 5 പാക്കറ്റ് ഈച്ച് ഓഫ് അതും 1 കിലോഗ്രാം. 10 കിലോഗ്രാം പഞ്ചസാര വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ആളെടുത്ത് 10 പാക്കറ്റ്സ് ഈച്ച് ഓഫ് 1 കിലോഗ്രാം. അപ്പോൾ എല്ലാവരുടെയും പാക്കറ്റിലെ അളവ് സെയിം അല്ലേ? അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ടോട്ടൽ അളവ് വരുന്നത്. ഇതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ഫിക്സഡ് ഒരു മിനിമം അളവുണ്ടാവും. ആ മിനിമം അളവിനെ നമ്മളൊരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്വാണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക. ഇവിടെ ആ മിനിമം അളവ് ഏതാ അറിയോ? ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഇങ്ങനെ ഞാൻ റബ്ബ് ചെയ്യുമ്പോൾ 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം. ഇലക്ട്രോണിൻ്റെ വാലിപ്പുറം തലയപ്പുറം അങ്ങനെ കിടക്കില്ല, 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പോൾ ഇലക്ട്രോൺ ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒരു 1.25 ഇലക്ട്രോൺ അങ്ങോട്ട് പോയിക്കോട്ടെ. എന്ത് 1.25? ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ. അപ്പോൾ ഈ 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് പാക്കറ്റിൻ്റെ എണ്ണം പോലെയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഒരു പാക്കറ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഒരു 1.6 × 10⁻⁻⁹ കൂടും. ഇവിടെ നഷ്ടപ്പെട്ടു, അവിടെ അത് കിട്ടി. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴോ 2 1.6 × 10⁻⁻⁹. 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴോ 3 1.6 × 10⁻⁻⁹. അപ്പോൾ 1.6 × 10⁻⁻⁹ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്. അതൊരു മിനിമം എമൗണ്ട്, അതൊരു പാക്കറ്റാണ്. അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അങ്ങനെയല്ലേ ചാർജസ് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഇതാണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. അപ്പോൾ എന്താണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡിൻ്റെ അർത്ഥം? ഇവിടെയാണ് അത് എഴുതാം. ഇത് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്? ഇലക്ട്രിക് charge on any body is equal to, charge positive undavalo negative undavalo, appo equal to a positive or negative integral multiple of a basic unit of charge which is equal to the magnitude of charge on an electron. ഇതാണ് അത് പറയുന്നത്. ഏതൊരു ബോഡിയുടെ മുകളിലുള്ള ഇലക്ട്രിക് ചാർജ് എനി ബോഡി ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. നഷ്ടപ്പെട്ട ഇലക്ട്രോൺ പോസിറ്റീവാണ്, കിട്ടുന്ന ഇലക്ട്രോൺ ആണ് നെഗറ്റീവ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആൻഡ് ഇന്റഗ്രൽ ഒരു നമ്പർ ഓഫ് പാക്കറ്റ്സ് പോലെ n ഇൻറ്റു ഒരു മിനിമം എമൗണ്ട് ഉണ്ടാവും. ആ മിനിമം എമൗണ്ട് ഏതാണ്? ബേസിക് യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതായത് ഇലക്ട്രിക് charge Q is equal to plus or minus NE. Q is equal to plus or minus NE. ഇതാണ് equation. ഓർത്തു വെക്കുക. Q is equal to plus or minus NE, where N is equal to 1, 2, 3. 1.5, 3.25 അങ്ങനെയില്ല. Integers 1, 2, 3 ഇങ്ങനെ പോകും. And what is E? E is 1.6 × 10⁻⁻⁹ coulomb. ക്ലിയർ ആയോ? ഇതാണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ചാർജ് ഇൻ ദി യൂണിവേഴ്സ് or charge on any body is always either a positive or negative integral multiple multiplying by an integer. What is multiplied? A minimum amount or basic unit of charge. And what is that basic unit of charge? It is the magnitude of the charge of electron. And Q is equal to plus or minus NE. ഇതാണ് ഇലക്ട്രിക് ചാർജസ് ക്വാണ്ടൈസ്ഡ് എന്നർത്ഥം. ഇവിടെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എഴുതാം. ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് അത് എത്ര ഇലക്ട്രോൺസ് കൊടുക്കണം അല്ലെങ്കിൽ കിട്ടണം ഒരു കൂളോംബ് ചാർജ്? അപ്പോൾ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ടു ബി ട്രാൻസ്ഫേർഡ് ടു അറ്റൈൻ 1 കൂളോംബ്? അപ്പോൾ അങ്ങനെ ചോദ്യം വരാണെങ്കിലോ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ടു ബി transferred to produce 1 coulomb. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. How many electrons are to be transferred to produce 1 coulomb? അപ്പോൾ നമ്മളിവിടെ എങ്ങനെ അത് എഴുതും? Q is equal to 1 coulomb. E is equal to 1.6 × 10⁻⁻⁹. അപ്പോൾ ഈ n is equal to
Q by E അല്ലേ? അപ്പോൾ 1 by 1.6 into 10 raised to minus 9 കൂളുമ്പും വെട്ടിപ്പോകും. അപ്പോൾ നമ്പർ ആവും 10 raised to minus 20 മുകളിലേക്ക് എടുക്കാം. അപ്പോൾ ഇതെന്താവും 10 raised to 19 by 1.6. 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ 10 പുറത്തെടുത്തു. 10 into 10 raised to 18 by 1.6 and this is 6.25 into 10 raised to 18 electrons. ചില്ലറ ഒന്നുമല്ല. നോക്ക്, ഒരു ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ ഒന്നല്ല, 6.25 into 10 raised to 18 electron. എനിക്കറിയില്ല അതിപ്പോൾ എങ്ങനെ പറയാം. അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺ പോയാലാണ് +1 കൂളുമ്പ് വരാം, കിട്ടിയാലാണ് -1 കൂളുമ്പ് വരാം. അപ്പം ചില്ലറ ചാർജ് ഒന്നല്ല കേട്ടോ 1 കൂളും. ഒരു കൂളുമ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇലക്ട്രോൺസ് വേണം. നല്ല ചാർജാണ്, വളരെ ഹൈ ചാർജാണ് 1 കൂളും. അപ്പോൾ how many electrons make 1 coulomb? 6.2. By heart ആക്കുക 6.25 into 10 raised to 18 electrons. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇലക്ട്രിക് ചാർജ് ഈസ് കൺസേർവ്ഡ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. Electric charge is always conserved. Total charge remains constant. ഇപ്പോൾ 2 bodies റബ്ബ് ചെയ്തു. ഇപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് 5 ഇലക്ട്രോൺ അങ്ങോട്ട് പോയി. ഈ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബോഡിയുടെ ചാർജ് 0 ആയിരുന്നു. This is A. Charge on A is 0. This is B. Charge on B is 0. അപ്പോൾ ഇനീഷ്യൽ ചാർജ് എന്താണ്? Q initial. QA plus QB is equal to 0 ആണ്. എയും ബിയും തമ്മിൽ റബ്ബ് ചെയ്തു. A rubbed with B. Electrons are transferred from A to B. അപ്പോൾ എക്ക് ഒരു ചാർജ് കിട്ടി. Now QA is plus Q. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. B QB is minus Q. ഇങ്ങനെയാണ് ഇലക്ട്രോൺ പോയത്. അപ്പോൾ ഫൈനൽ ചാർജ് എന്താണ്? QA plus QB plus Q plus minus Q 0. ഇനീഷ്യൽ ചാർജും ഫൈനൽ ചാർജും സെയിം ആണ്. ചാർജ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആണ്. എയുടെ പോസിറ്റീവ് ചാർജ് കൂടിക്കോട്ടെ, അത്ര തന്നെ ബിയുടെ നെഗറ്റീവ് ചാർജ് കൂടും. ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ ഏത് കുറച്ച് ഇലക്ട്രോൺ പോയല്ലോ, അപ്പൊ എ കുറച്ച് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ബിക്ക് അത് കിട്ടി. അപ്പൊ എവിടെ നിന്നോ കുറച്ച് ഇലക്ട്രോൺ ഇങ്ങനെ കയറി വന്നിട്ട് എയിലേക്ക് കയറി. അപ്പൊ എക്ക് കുറച്ച് ഇലക്ട്രോൺ കിട്ടുമ്പോൾ എയുടെ പോസിറ്റീവ് ചാർജ് കുറയൂലേ? പുറത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷെ ബിക്ക് അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇത് ആഡ് ചെയ്താൽ 0 കിട്ടൂല. അതുപോലെ ബിന്ന് കുറച്ച് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ചാർജ് കുറയും. അത് എക്ക് കൊടുത്തിട്ടല്ല, ബിക്ക് നെഗറ്റീവ് ഇലക്ട്രോൺ കുറച്ച് നഷ്ടപ്പെട്ടു. വേറെ ആരോ വന്നിട്ട് മതി പുറത്തുനിന്ന്. അപ്പോൾ അതെന്തായി? നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താവും? ആ ചാർജ് അത്ര ഇല്ലാണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ചാർജിൻ്റെ കാര്യങ്ങൾ ചെയ്യാവുക? അതായത് ആഡ് ചെയ്താൽ ടോട്ടൽ ഒരിക്കലും 0 ആവൂല ഇവിടെ ചാർജസ്. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കണം? QA പ്ലസ് QB ഈക്വൽ ടു ആദ്യത്തെ പോലെ 0 ആവണമെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള എയിൽ നിന്ന് ഇലക്ട്രോൺ വന്നിട്ട് പുറമേ നിന്ന് വരാൻ പാടില്ല. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ബിയിലുള്ള ഇലക്ട്രോൺ നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. സിസ്റ്റം ഷുഡ് ബി ക്ലോസ്ഡ്. ഒരു സിസ്റ്റം ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ചാർജ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഉള്ളിൽ എന്ത് വേണമെങ്കിൽ നടക്കാം. ഏത് ബിയിലേക്ക് വരാം, ബി എയിലേക്ക് വരാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ പുറത്തേക്ക് പോകരുത്, പുറത്ത് നഗത്തേക്ക് വരരുത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രിക് ചാർജ് കൺസേർവ്ഡ് ആവണമെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയും? ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഓഫ് എ
closed system is always conserved. That is, remains constant. System should be closed. The total electric charge of a closed system remains constant. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം. മൂന്ന് പ്രോപ്പർട്ടീസ് നമ്മൾ ഇവിടെ പഠിച്ചു. എന്തൊക്കെയാണ് മൂന്ന് പ്രോപ്പർട്ടീസ്? ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അത് ഞാനിവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനായത് അതാണ് നമുക്ക് ഇനി ബേസ് അടുത്ത സെക്ഷനിലേക്ക് ആ ഫോഴ്സിനെ കുറിച്ച് പഠിക്കാം. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ചാർജ് ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. അതെന്താ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ചാർജ് ഈസ് കൺസേർവ്ഡ്. വൺ മോർ പ്രോപ്പർട്ടി, ഫോർത്ത് വൺ ഈസ് electric charge is additive. Total charge കാണണമെങ്കിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. ടോട്ടൽ ചാർജ് എത്ര? Q1 പ്ലസ് Q2 പ്ലസ് Q3. അല്ലെങ്കിൽ Q3 നെഗറ്റീവ് ആണെങ്കിലോ Q1 പ്ലസ് Q2 പ്ലസ് മൈനസ് Q3 എന്ന് പറയാം. നെഗറ്റീവ് ചാർജ് എടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. Subtraction is actually an addition with one number negative. അപ്പോൾ total charge of a system എപ്പോഴും നമുക്ക് കിട്ടേണ്ട ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ചാർജ് ഇലക്ട്രിക് ചാർജസ് എഡിറ്റീവ്, സ്കെയിലാർ എഡിഷൻ. നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ചാർജസ് ആഡ് ചെയ്യാം. സോ ദീസ് ആർ ദി 4 പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രീഫ്ലിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പോയിന്റ് എങ്ങനെയാ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് ആൻഡ് its interaction with other electric charges in its surroundings. SI unit of electric charge is Coulomb. The concept of positive and negative charge was introduced by Benjamin Franklin. The term electricity was coined by William Gilbert. How do bodies acquire charge? When two bodies are rubbed together, electrons will be transferred from one body to the other. The body which lose electron will become positively charged and the body which gain electron will become negatively charged. Losing of electrons means there is a decrease in mass. So positively charged body theoretically will have a reduction in mass and negatively charged body which gains electrons will have an increase in mass. But this reduction and increase, it is negligible since mass of electron is negligibly small. So practically there is no change in mass. Clear ayo? Okay. പിന്നെ നമ്മൾ properties of charges പറഞ്ഞു. Like charges repel, unlike charges attract, which means there is always a force of interaction between two charges, either repulsive or attractive. രണ്ടാമത്തേത് ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. എല്ലാ ഇലക്ട്രിക് ചാർജും ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്പർ ഇൻറ്റു ഒരു മിനിമം quantity of charge ആണ്. ആ മിനിമം ക്വാണ്ടിറ്റി ആണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ആൻഡ് വാട്ട് ഈസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ? 1.6 × 10⁻⁻⁹ കൂളും. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഇൻസൈഡ് ദി സിസ്റ്റം വിൽ ബി ഓൾവേസ് കൺസേർവ്ഡ്. അകത്തെന്ത് കുഴഞ്ഞു പറഞ്ഞാലും ടോട്ടൽ ചാർജ് ഈസ് കൺസേർവ്ഡ്. നാലാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു, ചാർജ് ഈസ് ഓൾവേസ് എഡിറ്റീവ് ഇൻ നേച്ചർ. മനസ്സിലായോ? ചാർജ് ഈസ് ഓൾവേസ് എഡിറ്റീവ് ഇൻ നേച്ചർ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.